നമസ്കാരം. ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു 3-4 ഭാഗമായി നമ്മൾ കരൾ രോഗങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു വന്നിരുന്നത്. ആ കരൾ രോഗങ്ങളിൽ നമ്മൾ SGOT-യുടെ പ്രാധാന്യത്തെക്കുറിച്ചും SGPT-യുടെ പ്രാധാന്യത്തെക്കുറിച്ചും SGOT എത്രയിൽ കൂടുതലാണ്, എത്ര കൂടിയാലാണ് SGOT അല്ലെങ്കിൽ ഏതൊക്കെ അവസരങ്ങളിൽ കൂടുന്നു എന്നും SGPT കൂടുന്നത് എപ്പോഴൊക്കെയാണെന്നും അല്ലെങ്കിൽ SGPT അല്ലെങ്കിൽ SGOT എത്ര അളവിൽ കൂടുമ്പോഴാണ് കരൾ രോഗത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു വന്നിരുന്നത്. തീർച്ചയായും അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് ഇതിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇന്ന് ആ LFT നമ്മൾ സാധാരണ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ആ പരിശോധനയിൽ തന്നെ SGOT SGPT പരിശോധിക്കുന്നത് പോലെ തന്നെ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ. അപ്പോൾ ഈ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ എന്താണ്, അത് എങ്ങനെയാണ് നമ്മുടെ അതിൻ്റെ പരിശോധന നമ്മളെ ഒരു രോഗം നിർണ്ണയിക്കുവാൻ നമ്മളെങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ ആൽബുമിൻ എന്ന് പറയുന്നത് ഒരു കരൾ നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്താണ്, ഈ ആൽബുമിൻ്റെ ധർമ്മം എന്നുള്ളത് നമുക്ക് നോക്കാം. കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പ്രോട്ടീൻ്റെ പൊതുവെയുള്ള ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുഴലിൽ ഒഴുകുന്ന ദ്രാവകം അതിൻ്റെ ഇത് പുറത്തേക്ക് ഒഴുകിപ്പോകാതെ തടയുക എന്നുള്ളതാണ് ഒരു പ്രധാനമായും ഈ ആൽബുമിൻ്റെ വരുന്നത്. 2, നമുക്കറിയാം ഈ കോശങ്ങളിൽ തന്നെ കാണുന്ന തരത്തിലുള്ള പോഷകങ്ങൾ, അതായത് അതിൻ്റെ പോഷകങ്ങൾ ഏതുതന്നെയാണെങ്കിൽ തന്നെയും അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോഷകങ്ങളോടൊപ്പം ഹോർമോൺസും കൂടെ ഉണ്ട്. ഹോർമോൺസും പോഷകങ്ങളും ശരീരത്തിൻ്റെ മറ്റ് വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം, ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രക്ക് പോലെ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ ഹോർമോണുകൾ കൊണ്ട് എത്തിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ സർവ്വസാധാരണമായി നമുക്കറിയാം അമിതമായി മദ്യപാനം ആയി വരുന്നവർക്ക് ഒരുതരം ലിബിഡോ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ താല്പര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു വരാനുള്ള സാധ്യത പിന്നെ അമിത മദ്യപാനികൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതും ഈ പറയുന്ന ആൽബുമിൻ്റെ അളവ് നമ്മൾ തീരെ കുറയുകയും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ അതിൻ്റെ ധർമ്മം യഥാവിധം നമുക്ക് പരിപാലിപ്പിക്കുവാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ആണ് ആൽബുമിൻ പ്രധാനമായും നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ എപ്പോഴാണ് ഈ മദ്യപാനം അല്ലെങ്കിൽ ആൽബുമിൻ്റെ അളവ് തമ്മിൽ എന്ത് ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിതമായി മദ്യപിക്കുന്നവരിൽ അല്ലെങ്കിൽ കരൾ രോഗമുള്ളവരിൽ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രവണത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ആൽബുമിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ കാണുന്നു. എപ്പോഴും ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോയിൽ ഗ്ലോബുലിനേക്കാളും ആൽബുമിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടി നിൽക്കുക എന്നുള്ളതാണ് ഉത്തമമായിട്ടുള്ളത്. ഉത്തമമെന്നല്ല, അതാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് കുറയുന്നു. അപ്പോൾ ആൽബുമിൻ്റെ അളവ് ഗണ്യമായി കുറയുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു കരൾ രോഗത്തിൻ്റെ ഒരു സാധ്യത തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആൽബുമിൻ ഗ്ലോബുലിൻ്റെ ഒരവസ്ഥയെ നമ്മൾ പറയുന്നത്. ഈ ഗ്ലോബുലിൻ എന്ന് പറയുന്നത് തന്നെ സാധാരണ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളാണ് സാധാരണ നമ്മൾ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അത് കരൾ കോശങ്ങൾ എന്നുള്ളതിനൊപ്പം കരൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം കൂടുതലായി നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതായി കണ്ടുവരുന്നത് രക്തത്തിലെ പ്ലാസ്മയിൽ നിന്നും ഗ്ലോബുലിൻ കൂടുതലായി കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഗ്ലോബുലിൻ്റെ ധർമ്മം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായും ഇൻഫെക്ഷൻസ് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ അണുബാധ, അത് നല്ല രീതിക്ക് അണുബാധയെ ചെറുക്കുക എന്നുള്ള ഒരവസ്ഥയാണ് നമ്മൾ കൂടുതലായി നമ്മൾ ഇത് കണ്ടുവരുന്നത്. അണുബാധയെ ചെറുക്കണം. ആ ഇൻഫെക്ഷൻസ് നല്ല കരളിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ഒന്ന് ത്വരിതപ്പെടുത്തുവാനായിട്ട്, ഒന്ന് ഉയർത്തുവാനായിട്ട് ഈ പറയുന്ന ഗ്ലോബുലിൻ്റെ റേഷ്യോ കൂടി വരാറുണ്ട്. ചുരുക്കത്തിൽ സ്ഥായിയായിട്ടുള്ള കരൾ രോഗം ആണ് എന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആൽബുമിൻ്റെ അളവ് താഴെ വരികയും ഗ്ലോബുലിൻ്റെ അളവ് കൂടിയും വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇത് വളരെ സങ്കീർണമായ പിന്നെ ലിവർ രോഗങ്ങളുടെ ഒരു കാരണമായി ബാക്കി ഉടനെ പറയാനുള്ളത് സാധാരണ ഈ ഗ്ലോബലിൻ്റെ നോർമൽ ഒരു ഇത് എന്ന് പറയുന്നത് സാധാരണ റേഷ്യോ 1.1 2.5 ആണ്. ഇത് തന്നെ വിവിധ ലാബുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ റഫറൻസ് റേഞ്ച് വെച്ചിട്ട് ചിലതൊക്കെ ചില ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ടെന്നാണ്. എങ്കിൽ പോലും ഗ്ലോബലിൻ്റെ റേഷ്യോ 1-ൽ താഴെ പോയാൽ അത് ഗൗരവമുള്ളതായി തന്നെ കണക്കാക്കണമെന്നുള്ളതാണ്. ഗ്ലോബലിൻ്റെ റേഷ്യോ 1-ൽ താഴെ പോകുന്നതിനോടൊപ്പം നമുക്ക് കൈകാലുകളിൽ നീര്, ശരിക്കും ഒരു എഡിമ എന്ന് പറയാറുണ്ട്, കാലുകളിൽ നീര്, മുഖത്ത് നീര്, ഒപ്പം കണ്ണിനോ ശരീരത്തിലോ മഞ്ഞ നിറം ബാധിക്കുക, അകാരണമായ തളർച്ച, അകാരണമായ തരത്തിലുള്ള വിശപ്പില്ലായ്മ, ഉന്മേഷക്കുറവ്, ക്ഷീണം, അതൊക്കെ വർദ്ധിക്കുകയും ഇത്തരം രോഗലക്ഷണങ്ങളുടെ അല്ലെങ്കിൽ തന്നെ റൈറ്റ് ഹൈപ്പോകോൺഡ്രിയ നമ്മുടെ ഈ നെഞ്ചിന് താഴെ വേറെൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ഭാഗത്ത് ഒരുതരം അസ്വസ്ഥത നമുക്ക് തോന്നുകയും ആഹാരം കഴിഞ്ഞതിന് ശേഷം അല്ല അതിന് മുമ്പ് തന്നെ അസ്വസ്ഥത തോന്നുകയും ചെയ്താൽ തീർച്ചയായും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടണമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ യഥാർത്ഥത്തിൽ കരൾ രോഗങ്ങളെ സാരമായി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു പരിശോധനയാണ് MCV എന്നാണ് അത് പറയാറുള്ളത്. അത് മീൻ കോർപ്പസ്കുലർ വോളിയം എന്നുള്ളതാണ്. സാധാരണ ചുവന്ന രക്താണുക്കളുടെ വലിപ്പം കൂടുന്ന ഒരവസ്ഥയാണ്. സാധാരണ താരതമ്യേന നമ്മളിത് അനീമിയ എന്ന് പറയുന്ന വിളർച്ച എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാറുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും ഗുരുതരമായ കരൾ രോഗങ്ങളിൽ ഈ മീൻ കോർപ്പസ്കുലർ വോളിയം അല്ലെങ്കിൽ രക്തകോശങ്ങളുടെ വലിപ്പം നമ്മൾ കൂടുന്നതായി കാണുന്നുണ്ട്. അത് എന്താണത് പ്രധാനമായി കൂടാൻ കാരണം വെച്ചാൽ നമുക്കറിയാം ഓരോ സെൽസിനും ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന സെല്ലിന് ചുറ്റുമുള്ള ആവരണം ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിനാണ്. ഈ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഇത് വച്ചിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഘടനയ്ക്ക് ചില വ്യത്യാസം വരുന്നു. കരൾ രോഗങ്ങളിൽ ഘടനയ്ക്ക് വ്യത്യാസം വരുമ്പോൾ തീർച്ചയായും ചുവന്ന രക്താണുക്കൾ വലിപ്പം കൂടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ സ്ഥിരം മദ്യപാനികളിൽ നമ്മൾ ഇതിനുമുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മദ്യപാനികളിൽ ഒക്കെ നമ്മൾ വൈറ്റമിൻ B12ൻ്റെയും ഫോളിക് ആസിഡിൻ്റെ ആഗിരണം കൂടുതൽ വെച്ചാണ് വൈറ്റമിൻ B12 ആഗിരണം ചെയ്യേണ്ടത്. മദ്യപാനികളിൽ സാധാരണ ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാണുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ B12ൻ്റെയും ഫോളിക് ആസിഡിൻ്റെ ആഗിരണം കുറയുന്നത് കൊണ്ടും ഇതിൻ്റെ അഭാവം കുറയുന്നത് കൊണ്ടും ഇത് സെൽസിൻ്റെ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ആ ഒരു ഇതിനൊക്കെ ആവശ്യമായി വരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് സെൽ വോളിയം അത് വീണ്ടും ചുവന്ന രക്താണുക്കളൊന്ന് ചേർത്ത് വരുവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് ആണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കരൾ രോഗങ്ങളിൽ സ്പ്ലീനോമെഗലി എന്ന് പറയുന്നത് നമ്മുടെ പ്ലീഹ ശരീരത്തിൻ്റെ ഉദരത്തിൻ്റെ ഇടത് സൈഡായിട്ട് കാണുന്ന പ്ലീഹ അത് നമ്മുടെ ഈ കോശങ്ങളെ നശിപ്പിക്കുകയും അല്ലെങ്കിൽ അത് കാലം കഴിഞ്ഞ കോശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളൊരു പ്രക്രിയ കൂടെ അതിനകത്തുണ്ട്. പക്ഷെ അത്തരം ആ സ്പ്ലീനോമെഗലി ഉള്ളൊരു സാഹചര്യം വരുമ്പോഴും പ്രത്യേകിച്ച് മദ്യപാനികൾ നമ്മൾ ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെയുള്ള ലിവറിലോട്ട് പോകുന്ന രക്തധമനികളിൽ ഉള്ള രക്തയോട്ടത്തിന് സാരമായി ബാധിക്കുകയും അതുവഴി പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള അവസ്ഥ നമ്മൾ പറയും. അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാമെന്നുള്ളതാണ്. അത്തരം ഒരു സാഹചര്യം വരികമ്പോഴും സ്പ്ലീനിൻ്റെ ഇത് സ്പ്ലീനോമെഗലി വരുമ്പോഴും ഈ മദ്യം തന്നെ മനുഷ്യൻ്റെ അസ്ഥിയിലുള്ള മജ്ജയിൽ ഡയറക്റ്റായിട്ട് ബാധിക്കാൻ ഉള്ള സാഹചര്യവും സ്ഥിതിവിശേഷമുള്ള ഒരു സംവിധാനം വരുന്നത് കൊണ്ട് മജ്ജയിൽ നിന്നുമാണല്ലോ രക്താണുക്കൾ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വരുമ്പോൾ തന്നെ ഈ ചുവന്ന രക്താണുക്കളുടെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ചുരുക്കത്തിൽ ഒരു വ്യക്തിക്ക് കരൾ പരിശോധനയിൽ എന്താ പറയുക, ഒരു വ്യക്തി സ്ഥിരമായി ഉള്ള രീതിക്ക് ഒരു വ്യക്തി കരൾ നമ്മുടെ കരൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വ്യതിയാനങ്ങൾ കാണുകയും അതോടൊപ്പം തന്നെ MCV അല്ലെങ്കിൽ മീൻ കോർപ്പസ്കുലർ വോളിയം എന്ന് പറയുന്നത് കൂടി നിൽക്കുകയും പ്രത്യേകിച്ച് അത് കൂടുതലായി കാണുകയും ചെയ്താൽ തീർച്ചയായും അതൊരു വിട്ടുമാറാത്ത കരൾ രോഗത്തിൻ്റെയോ
അല്ലെങ്കിൽ മദ്യപാനം കൊണ്ടുള്ള ഒരു കരൾ രോഗത്തിൻ്റെയോ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇത്തരം എല്ലാ പരിശോധനകളും വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. SGOT, SGPT, അതുപോലെ തന്നെ ആൽഫ ഗ്ലോബുലിൻ റേഷ്യോ, അതിനോടൊപ്പം തന്നെ മീൻ കോർപ്പസ്കുലർ വോളി എന്ന് പറഞ്ഞു. ഇതിനു മുമ്പുള്ള ഇതിനകത്ത് GTT എന്നുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. മദ്യപാനികളിൽ GTT കൂടുന്നതായി കാണുന്നു. അപ്പോൾ ഇത്തരം പരിശോധനകൾ എല്ലാം കരളിൻ്റെ വിവിധ തരത്തിലുള്ള പരിശോധനകൾ മനസ്സിലാക്കി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ള കരൾ രോഗമാണ്, അതെങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്നൊക്കെ ഒരു ഡോക്ടർമാർ വിധി എഴുതുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. നമസ്കാരം.